താങ്കൾ തന്നെ പറഞ്ഞതിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതായത് ഇത്തരം തൊപ്പിമാരെ, അതായത് ഈ പറയുന്ന എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പരാതികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും വ്യക്തിയാധിഷ്ഠിതമായി ഒരു വ്യക്തിക്കെതിരെ എന്നുള്ളത് അല്ല. ഇത്രയും വിരൽത്തുമ്പിൽ, അതായത് നമ്മുടെ വിരൽത്തുമ്പിലൊക്കെ സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റും ഒക്കെ ലഭ്യമായ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആന്റി സോഷ്യൽ ബീയിങ്സ്, അതായത് ഞാൻ അവരെ ഏറ്റവും മോശമായിട്ടുള്ള മനുഷ്യർ ആരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൺ ക്രിമിനൽസോ ബോൺ ആന്റി സോഷ്യൽസോ ഒക്കെ ആയിട്ട് ജനിക്കുന്നില്ലല്ലോ. നമ്മൾ സമൂഹം അങ്ങനെ മോൾഡ് ചെയ്യുന്നതാണ്. അത് ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അത്തരം ആന്റി സോഷ്യൽ ബീയിങ്സ് ആയിട്ട് വളരുകയും ആ ഒരു വളർച്ച അതിന്റെ ഏറ്റവും ഒരു പീക്കിൽ, ഒരു എക്സ്ട്രീമിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും സമൂഹം ഇത്തരം പരാതികളുമായിട്ടും അല്ലെങ്കിൽ ഇത്തരം ഒരു കൺസേണുമായിട്ടും ഒക്കെ മുന്നോട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ, ഇത് ഇൻജക്ട് ചെയ്യപ്പെടുന്നത് ഈ മൈനേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലും സ്കൂൾ കുട്ടികളിലും ഒക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ഇമ്പാക്ട് സമൂഹത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാങ്ങിനെതിരെയും ഈ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊപ്പിക്കെതിരെയൊക്കെ ഞാൻ പരാതി നൽകിയത്. ബാക്ക് ടു കൊറോണ ടൈം, അതായത് നമ്മുടെ 2022-23 കാലഘട്ടത്തിലാണ് അന്ന് ഈ കൊറോണ സമയത്താണ് ഈ തൊപ്പി എന്നുള്ള ഒരു താരോദയം ഉണ്ടായിട്ടുള്ളത്. അന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടി, ഒരു ഉദ്ഘാടനമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അവിടെ കണ്ട വലിയൊരു ക്രൗഡ് ഈ കൊറോണയെ അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു വലിയൊരു ക്രൗഡ്. ആ ക്രൗഡിന്റെ ഭൂരിപക്ഷം പിന്നെ ക്രൗഡിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് സ്കൂളുകളും അംഗൻവാടികളും ഉൾപ്പെടെ ബങ്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചെറിയ കുട്ടികളായിരുന്നു, ചെറിയ മക്കളായിരുന്നു. അതായത് ഒരു തരത്തിലും പക്വതയില്ലാത്ത മക്കളായിരുന്നു. അവര് വന്നത് വീട്ടിലറിഞ്ഞിട്ടില്ല, സ്കൂളിൽ അറിഞ്ഞിട്ടില്ല, അവർ സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. റോഡ് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോഴൊക്കെ നമ്മൾ ആ വേദിയിലേക്ക് നോക്കുമ്പോൾ അതിപരിചിതമായിട്ടുള്ള മുഖങ്ങളൊന്നും അന്ന് ആ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നില്ല. ഞാനും അതിശയപ്പെട്ടു. എനിക്ക് അയച്ചു കിട്ടിയിട്ടുള്ള 1-2 മെസ്സേജസിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ലിങ്കുകളിൽ നിന്നാണ് ഞാനത് നോക്കിയത്. അപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സണ്ണി ലിയോണോ ദുൽഖർ സൽമാനോ അല്ലൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണല്ലോ പൊതുവിൽ ഇത്തരം റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. ഇവിടെ അത്തരം പരിചിതമായിട്ടുള്ള, എനിക്ക് പരിചിതമല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, പക്ഷെ പിന്നീടാണ് അതിനെക്കുറിച്ച് പഠിച്ചു വന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾ എന്തുകൊണ്ട് ധാരാളമായി ഇങ്ങനെ വരുന്നു എന്ന് പഠിച്ച സമയത്ത് ഇത്തരത്തിൽ ഒരു ലൈവ് സ്ട്രീമിംഗ്, ഒരു ഗെയിമിംഗ് ഒക്കെ യൂട്യൂബിൽ നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. അതിൽ മോണിറ്റൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ കാണികളായിട്ടുള്ള, ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന പരാമർശിച്ചതുപോലെ അന്ന് തടിച്ചുകൂടിയതിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളും ചെറുപ്പക്കാരുമാണ്. അതെ, അതുകൊണ്ടാണ് അന്ന് തന്നെ ഒരു റിട്ടേൺ പരാതിയുമായിട്ട് അതിനുശേഷം ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ച സമയത്ത് റിട്ടേൺ പരാതിയുമായിട്ട് അദ്ദേഹത്തിന്റെ ലൈവ് കുറച്ചൊക്കെ ഒരു ചെറിയ ഈ ഒരു പരാതിക്കുള്ള റിസർച്ചിന് വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന കുറെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് അദ്ദേഹം അരാഷ്ട്രീയത പറയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. കുട്ടികളിലേക്ക് അരാഷ്ട്രീയത ഇൻജക്ട് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ഒബ്സീനിറ്റി, അതുപോലെ തന്നെ ന്യൂഡിറ്റി എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് വളരെ വൾഗറായി ഒരു സമൂഹത്തെ എങ്ങനെ മോൾഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, എങ്ങനെ എന്ത് സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി പാടില്ല എന്ന് കുട്ടികൾക്ക് അത് മാത്രമാണ് അതിന്റെ ഒരു ഫാക്ടറി ആയിരുന്നു ഇത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ പരാതി DGP-യിലേക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിലേക്കൊക്കെ പോയി. അന്ന് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് സംസാരിച്ച സമയത്ത് ഇദ്ദേഹം തന്നെ അതിനൊരു ന്യായീകരണമായി വന്നു. ടോക്സിക് പാരന്റിംഗ് ആയിരുന്നു എനിക്കുണ്ടായിട്ടുള്ളത് എന്റെ ചെറുപ്പകാലത്ത്. എന്റെ മാതാപിതാക്കൾ ഒരു നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കളവിലേക്ക് വന്നു, പിന്നീട് ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നു, എനിക്ക് മാറണം, ലഹരി ഉപയോഗത്തിലേക്ക് വന്നു എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഗ്രാജുവലി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അതിൽ ചവിട്ടിപ്പൊളിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ പോലീസ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം ആ പ്രായമാണ്, ഏതെങ്കിലും തരത്തിൽ ഇതിലൊന്നും പെട്ടതാണെന്നുണ്ടെങ്കിൽ മാറാനൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് അന്ന് റിമാൻഡ് ചെയ്യാതെ പോലും നോൺ ബെയിലബിൾ ഒഫൻസുകളൊന്നും രജിസ്റ്റർ ചെയ്യാതെ അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റി കേസ് എടുത്തുകൊണ്ട് വിടുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊരു അപകടത്തിലേക്കുള്ള പോക്കായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നത്. കാര്യം ആ ഒന്നുമില്ലായ്മയിൽ നിന്ന്, അല്ലെങ്കിൽ അത് ഒരു അശ്ലീല ഫാക്ടറിയിൽ നിന്ന് ഇദ്ദേഹം വലിയൊരു എന്താണ് ഒരു ആന്റി സോഷ്യൽ ഫാക്ടറി, അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കി ഇന്ന് 1.5 കോടി രൂപയുടെ
പിന്നെ പണം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്യാങ് വാറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സമൂഹത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും വ്യക്തി തൊപ്പി എന്ന നിഹാദിനെതിരെയല്ല എന്റെ പോരാട്ടം. എന്റെ പോരാട്ടം എന്ന് പറയുന്നത് തൊപ്പിമാർ, താങ്കൾ പറഞ്ഞിടത്തുനിന്ന് ഉള്ള തൊപ്പിമാർ ഇത്തരത്തിൽ 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രത്തെ തന്നെ, രാഷ്ട്രത്തിന്റെ ഒരു പുരോഗതിയെ തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി അതിന്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ബ്രെയിൻ തലച്ചോറുകൾ ജൻ ആൽഫ, ഈ പറഞ്ഞിരിക്കുന്ന 2013 മുതൽ 2025 വരെയുള്ള ജൻ ആൽഫയാണ് ഏറ്റവും വലിയ ഇരകൾ. അതിന് തൊട്ടു മുമ്പ് 97 മുതൽ 2013 വരെയുള്ള ജെൻസി, ഇവരും അതിന്റെ ഒരു ഭാഗമായിട്ട് നിലനിൽക്കുന്നു. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് കൺട്രി ഇന്ത്യയാണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള യൂത്തിന്റെ ജനസംഖ്യയാണ്. അപ്പം അവർ മറ്റൊരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നു. അരാഷ്ട്രീയത അവരുടെ മുഖമുദ്രയാകുന്നു. ഈ പറയുന്ന ന്യൂഡിറ്റിയും സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറയുന്നതൊക്കെ ആഘോഷിക്കുന്നതുമായിട്ടുള്ള സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള ആളുകളാക്കി മോൾഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ വലിയൊരു ഭീകരത ഇന്ന് ഈ കേരള സമൂഹത്തിൽ ഉണ്ടാകാൻ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്റെ സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു അപകടത്തെ, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവണതയെ, ഇത്തരം തൊപ്പിമാരെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.